ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദുർഗ കണ്ണൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്, അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് തലകറക്കവും ഛർദിലൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ, നീ അവളെ തോമസ് ഡോക്ടറെ അല്ലാതെ മറ്റേതെങ്കിലും ഡോക്ടറെ കാണിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്തിനാ ഇതിലൊക്കെ തലയിടുന്നത്? തോമസ് ഡോക്ടറെ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് നീ അവളുടെ പേരിൽ ഇപ്പം തന്നെ നിന്റെ സ്വത്തുക്കൾ മുഴുവൻ എഴുതി വെച്ചത് മണ്ടത്തരായി, ഒരു 8-9 വർഷം കഴിഞ്ഞു മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞതിൻ്റെ ധ്വനിയൊക്കെ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ വീട് ഞങ്ങൾ രണ്ടാളുടെയും പേരിലാണ്. ഇനി അയാളുടെ പേരിൽ മാത്രമായാലും ഈ വീട്ടിൽ എനിക്ക് അവകാശത്തോടെ താമസിക്കാം. പക്ഷേ അമ്മയുടെ പേരിലാണ് ഞാൻ ഈ വീട് എഴുതി തന്നിരുന്നത് എങ്കിൽ എന്നെയും മഹിയെയും ഈ വീട്ടിൽ നിന്നും അമ്മ അടിച്ചു പുറത്താക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയ്ക്ക് കണക്കിന് കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് ഭാർഗവി അമ്മ കമലേശ്വരത്ത് എത്തുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ കുഞ്ഞ് വയറ്റിലുണ്ടോ എന്നുള്ള കാര്യം പറയാൻ കഴിയുമെന്നൊക്കെ ഭാർഗവിയമ്മ ദുർഗയോടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ദുർഗ അവരെയും കൂട്ടി അകത്തേക്ക് പോകുന്നു. ഇതേ സമയം മഹി അടുക്കളയിൽ നിന്നും വരുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഈ ഭാർഗവിയമ്മ ഇവിടെ വരാറുള്ള സിദ്ധിയായിട്ടുള്ള അമ്മയാണെന്നൊക്കെ ദുർഗ മഹിയോടായിട്ട് പറയുമ്പോൾ, എന്നിട്ട് ഞാൻ ഇതുവരെ ഈ അമ്മയെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞാനൊരു തീർത്ഥാടനത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ഭാർഗവിയമ്മ. തുടർന്ന് അവരെ മഹിയുടെ കണ്ണുകളും നാഡീഞരമ്പുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ക്ഷീണവും തലകറക്കവും ഒക്കെ ഉണ്ടാകാറുണ്ടോ എന്ന് മഹിയോട് ചോദിക്കുന്നു. തുടർന്ന് വയറും അവർ പരിശോധിക്കുന്നുണ്ട് കേട്ടോ മഹിയുടെ. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ കണ്ണൻ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ഈ കാഴ്ച കണ്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ എന്തെവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എടാ മോനെ, ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ഷീണവും മനംപുരട്ടലും ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ, മരുന്ന് കൊണ്ടൊന്നും കാര്യമില്ല, അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമ്മുടെ ഭാർഗവമ്മയ്ക്ക് പറയാൻ കഴിയുമെന്നെല്ലാം ദുർഗ പച്ചക്കള്ളം പറയുമ്പോൾ, കണ്ണനാണെങ്കിൽ ദുർഗയുടെ വാക്കുകൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ മഹിയുടെ കാര്യം നോക്കാനായിട്ട് എനിക്കറിയാം, തോമസ് ഡോക്ടറുടെ മരുന്നിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഇതൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭാർഗവിയമ്മയെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. അങ്ങനെ മഹി ഗർഭിണിയാണോ എന്നറിയാനുള്ള ദുർഗയുടെ ഈ ഒരു പദ്ധതിയും പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മഹിയാണെങ്കിൽ കണ്ണനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വീൽ ചെയറിലിരുത്തി കാറിൻ്റെ അവിടെ വരെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതേ സമയം ഉണ്ണി വരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായമേന്ന് ചോദിക്കുമ്പോൾ, അത് നമുക്ക് ഇന്ന് സത്യം അറിയാൻ കഴിഞ്ഞേനെ, അതിനിടയിൽ കണ്ണൻ വന്നു, എന്നാലും എൻ്റെ മനസ്സിലുള്ള സംശയം സത്യം തന്നെയാണ് മോനെ, അവളുടെ വയറ്റിൽ ചലനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, എന്നാലും അത് ആരുടെ കുഞ്ഞായിരിക്കും എന്ന് ഉണ്ണി ചോദിക്കുന്നതും, ആരുടെ ആയാലും അതെന്തായാലും കണ്ണൻ്റെ ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. അത് പറയാൻ പറ്റില്ല അമ്മേ, അച്ഛനാകാൻ കണ്ണേട്ടൻ നടന്നു തുടങ്ങണം എന്നൊന്നുമില്ല, അതിനിപ്പോൾ പല മാർഗങ്ങളും ഉണ്ട്, അതെങ്ങാനും കണ്ണേട്ടനും അവർ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നെല്ലാം ഉണ്ണി ചോദിക്കുമ്പോൾ, എങ്കിലത് ഉറപ്പിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ മഹി അവിടേക്ക് വരുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട് കണ്ണനെ ഡ്രോപ്പ് ചെയ്തിട്ട്. ശേഷം അവരെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ മഹി. ശേഷം അവൻ്റെ കൂടെ താമസിച്ചിട്ട് നീ അവനെ പറ്റിക്കുകയാണ് അല്ലേടി, ആരാടി നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് ദുർഗ തുറന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ എൻ്റെ കണ്ണേട്ടൻ്റെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ ഇങ്ങനെ അവകാശത്തോട് ചോദിക്കാനെന്ന് മഹി കണക്കിന് കൊടുത്തിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ദുർഗയാണെങ്കിൽ വീണ്ടും മഹിയുടെ പുറകെ ചെന്നിട്ട്, കണ്ണൻ ഈ ചതി അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അവൻ തന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കുവേടി, നീ അവനെ മയക്കി വെച്ചിരിക്കുകയല്ലേ, നീ വലിയ പരിശുദ്ധിയാണെന്നൊക്കെയാണ് അവൻ കരുതിയിരിക്കുന്നത് എന്നെല്ലാം ദുർഗ പറയുമ്പോൾ, ഞാൻ പരിശുദ്ധയാണോ എന്ന് എനിക്ക് കണ്ണേട്ടനെ മാത്രം വിശ്വസിപ്പിച്ചാൽ മതി, സത്യം എന്താണെന്ന് കണ്ണേട്ടനറിയാം എന്ന് പറഞ്ഞുകൊണ്ട് മഹി നല്ല മറുപടി കൊടുത്ത് അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ. ശേഷം ദുർഗ വീണ്ടും ഉണ്ണിയുടെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, അവളെ എത്ര ചോദിച്ചിട്ടും സത്യം പറയുന്നില്ലല്ലോടാ എന്ന് പറയുമ്പോൾ, ഇനി അമ്മ സംശയിക്കുന്നത് പോലെ അവരുടെ വയറ്റിൽ കുഞ്ഞൊന്നും ഇല്ലെങ്കിലോ എന്ന് ഉണ്ണി പറയുന്നതും, അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു മാർഗമുണ്ട്, അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അവൾ വീണ് കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കിട്ടും, അങ്ങനെ ഒരു കുഞ്ഞിൽ അവളുടെ വയറ്റിൽ വളരുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് അതോടുകൂടി ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളൊരു തൻ്റെ മനസ്സിലൊരു ക്രൂരത ദുർഗ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ, അതൊന്നും ഇല്ലടാ, ആർക്കും ഒരു സംശയവും തോന്നാതെ ഞാനിത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. അങ്ങനെ ദുർഗ തൻ്റെ മനസ്സിലുള്ള ആ ഒരു കൊടും ചതി ചെയ്യുന്നു, അതായത് സ്റ്റെയർ കേസിൽ ആർക്കും അറിയാത്ത രീതിയിൽ എണ്ണ പുരട്ടി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അടുക്കളയിൽ തന്നെ ഒളിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. മഹാലക്ഷ്മി വരുമ്പോൾ വീഴുന്നത് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇതൊന്നും അറിയാതെ മഹാലക്ഷ്മി സ്റ്റെയർ കേസ് ഇറങ്ങി വരികയാണ്.
തുടർന്ന് ആ എണ്ണയിൽ ചവിട്ടുകയും ചെയ്യുന്നുണ്ട്. ആ എന്ന് നിലവിളിച്ചുകൊണ്ട് മഹാലക്ഷ്മി വീഴാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദുർഗയാണെങ്കിൽ അത് മഹിയുടെ ആ വീഴ്ച കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണുകൾ ഇറക്കി അടയ്ക്കുകയും ചെവി പൊത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയാണ് ഒരു ഗംഭീര ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ച് മഹിയെ വീഴിക്കാൻ വേണ്ടിയിട്ട് പലക ഇളക്കി വെച്ചിരുന്നല്ലോ. അപ്പോൾ അവിടെ മഹിക്ക് എന്നിട്ട് ഒന്നും സംഭവിച്ചിരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു വലയം എപ്പോഴും മഹാലക്ഷ്മിയുടെ ചുറ്റുമുള്ളത് കൊണ്ട് തന്നെ ആ എണ്ണയിൽ ചവിട്ടിയിട്ടും മഹാലക്ഷ്മിക്ക് ഒന്നും സംഭവിക്കുന്നില്ല കേട്ടോ. മഹി പുഷ്പം പോലെ തന്നെ സ്റ്റെയർ കേസ് ഇറങ്ങി വരികയാണ്. അപ്പോൾ മഹി വീണിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് കണ്ണു തുറന്ന് നോക്കുന്ന ദുർഗയാണെങ്കിൽ മഹി കൂളായിട്ട് ഇറങ്ങി വരുന്നത് കണ്ട് കണ്ണുകൾ ഇങ്ങനെ തള്ളിപ്പോവാണ് ദുർഗയുടെ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ ദുർഗയ്ക്ക്. അങ്ങനെ ദുർഗയുടെ ഈ കൊടും ചതിക്ക് അമ്മ നല്ല തിരിച്ചടി തന്നെയാണ് ഉടനടി കൊടുക്കുന്നത്. അതായത് മഹാലക്ഷ്മി ഇപ്പോൾ വീണിട്ടുണ്ടാവും, അമ്മയുടെ പ്ലാൻ സക്സസ് ആയിട്ടുണ്ടാവും എന്നൊക്കെ കരുതിക്കൊണ്ട് താഴേക്ക് വരികയാണ് കേട്ടോ ഉണ്ണി. അപ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ യാതൊരു പോറലും സംഭവിക്കാതെ അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഉണ്ണി സ്പീഡിൽ സ്റ്റെയർ കേസ് ഇറങ്ങി വരികയാണ്. അപ്പോൾ എണ്ണ അവിടെ ഉണ്ടെന്നറിയാതെ അതിൽ ചവിട്ടി ഉണ്ണി നടുവടിച്ച് വീഴുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ദുർഗയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്